എന്താണ് അവന്റെ ജന്മസാക്ഷാത്കാരം എന്നറിഞ്ഞ് അതിലേക്ക് കയറണം. അതിനാണ് കുടുംബം പോലും എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അല്ലാതെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സന്താനോൽപാദനം നടത്തുക, അത് ഏത് മൃഗങ്ങളും നടത്തുന്നു. നമുക്കെന്ത് മെച്ചം അതിലും അപ്പുറത്തേക്കുള്ളത്? ആത്മസാക്ഷാത്കാരത്തിലേക്ക് നടന്നെടുക്കണം. അതിന് ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. വരൂ, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എൻ്റെ കൂടങ്ങൾ പോരൂല്ലേ? നോക്കൂ, ഭാഗവതം എന്താണ് നമ്മോട് ആത്യന്തികമായിട്ട് പറഞ്ഞു തരുന്നത്? ഭാഗവതത്തിന്റെ പ്രഥമമായ ശ്ലോകത്തിൽ തന്നെ അത് അന്തർഹിതമാണ്. ജന്മാദ്യസ്യ യത. ശ്രദ്ധിക്കണേ, വാക്ക് ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ജന്മാദ്യസ്യ യത. ഈ കാണായ സകല ഭൂതങ്ങളുടെയും ജന്മം ആദിയായവ എവിടെ നിന്നാണ്? ഇത് നീ ചിന്തിക്കടോ. ആണ് ഭാഗവത സപ്താഹത്തിലൂടെയും ബാക്കിയുള്ള എല്ലാ സത്സംഗത്തിലൂടെയും നടക്കേണ്ടത്. എന്താ പറഞ്ഞത്? ഈ കാണായ ഭൂതങ്ങളുടെ എന്താ ഭൂതം? ഭൂതം അയ്യോ, ശബരിമലയ്ക്ക് പോകുമ്പോ അപ്പാച്ചിമേട്ടിൽ ഉണ്ടയേറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ശബരിമലയ്ക്ക് പോണ ആരെങ്കിലും ചിലപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പാച്ചിമേട്ടിൽ ഉണ്ടയേറുണ്ട്. അച്ഛൻ മകനെ കൊണ്ടുപോകുമ്പോ എറിയടാ ഒരു ഉണ്ട ഇപ്പുറത്ത്. അച്ഛൻ പറയും മോനോട്, ശബരിമലയിൽ ഉണ്ടയേറുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇപ്പാച്ചിക്കുഴിയിൽ എത്തുമ്പോൾ അച്ഛൻ മോനോട് പറയും, എറിയടാ ഒരു ഉണ്ടപ്പുറത്ത്. അപ്പൊ കുട്ടി തിരിഞ്ഞെന്ന് അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് അച്ഛാ ഈ ഉണ്ട എറിയണത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, കഥയിൽ ചോദ്യമില്ല, നടന്നോ, എല്ലാവരും എറിയുന്നു, അതുകൊണ്ട് നമ്മൾ എറിയുന്നു. ഇത്രേ ആർക്കറിയുള്ളൂ? അച്ഛൻ അറിയുള്ളൂ. നമ്മളെ അമ്പലത്തിൽ പോക്കൊക്കെ ഇങ്ങനെയാണ്. മുന്നിൽ പോണവനെ നോക്കിയിട്ടാ പരിപാടി. നാരായണൻ നായർ ഇങ്ങനെയാണ്, ഇവരുള്ളവനാ, ഞാനും ഇങ്ങനെ തന്നെ. അല്ലെങ്കിൽ സുശീല എങ്ങനെയാണ്, ഞാനും ഇങ്ങനെ തന്നെ. അവൻ ഇടത്തോട്ട് ഇരിഞ്ഞാൽ ഇടത്തോട്ട് ഇരി, നമ്മൾ വലത്തോട്ട് ഇരിഞ്ഞാൽ വലത്തോട്ട് ഇരി. ഇങ്ങനെയാണ് നമ്മളെ പോക്ക്. നോക്കൂ, അത് ഭൂതബലിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. അതായത് അപ്പാച്ചിമേട്ടിലും ഇപ്പാച്ചിക്കുഴിയിലും എറിയുന്ന ഉണ്ട ഭൂതബലിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അച്ഛന് കഴിയണം. എന്താ ഭൂതം എന്നുള്ള വാക്കിന്റെ അർത്ഥം? അതറിഞ്ഞാലേ ഭൂതം എന്താന്ന് മനസ്സിലാവുള്ളൂ. ഭൂത്യൈ ഇതി ഭൂത. ഒന്നുകൂടി പറയാ, വാക്കൊന്നുകൂടി പറയാ. ഭൂത്യൈ ഇതി ഭൂത. ഭവിച്ചതെന്തോ, ഉണ്ടായതെന്തോ അതിനെ ഭൂതമെന്ന് വിളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭൂതം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, കുറേ ഭൂതങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രേ അർത്ഥമുള്ളൂ. അപ്പൊ ഈ സകല ഭൂതങ്ങളുടെയും നാഥനാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് അയ്യപ്പസ്വാമിയെ ഓം ഭൂതനാഥ സദാനന്ദ അറിയൂ, സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ. ശാസ്ത്രേ എന്ന് പറയരുതേ, ശാസ്ത്രേ എന്നില്ല, ശാസ്ത്രേ. അത് ഉറപ്പിച്ചോണം, ഉള്ളിൽ ഉറപ്പിച്ചോണം. ശാസ്ത്രേ എന്നില്ല. വ്യാകരണം പഠിച്ചവർക്കറിയാം. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അപ്പൊ ആ ഭൂതനാഥൻ എന്ന് പറഞ്ഞാൽ പുല്ലു മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകലത്തിന്റെയും നാഥനാണ് ഉള്ളിലിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഭൂതമാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഈ ഭൂതങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ഈ സകല ഭൂതങ്ങളും എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ച് ഭാഗവതം അവസാനം എത്തിച്ചേരുന്നത്, അതിന്റെ താത്വിക തലത്തിൽ എത്തിച്ചേരുന്നത് സത്യം പരം ധീമഹി എന്നാണ്. ഒന്നുകൂടെ ഉറപ്പിച്ച് മനസ്സിലാക്കിക്കോണേ. എന്തിലാണ് എത്തിച്ചേരുന്നത്? ഇതിന്റെ ഒക്കെ തുടക്കം എവിടുന്നാന്ന് ചോദിച്ചിട്ട് ഇതിന്റെ ഒടുക്കം എവിടെയാണെന്നും പറഞ്ഞിട്ട് ഭാഗവതം എത്തിച്ചേരുന്നത് സത്യം പരം ധീമഹി എന്നതിലാണ്. നീ സത്യമായതിനെ, പരമമായതിനെ, ഉണ്മയെ അറിയടോ. ശരി, അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതത്തിന്റെ ഉള്ളിലുള്ള മുഴുവൻ കാര്യം. ഏതൊരു കാര്യം നിങ്ങൾ എടുത്താലും അതിലെ മുഴുവൻ കാര്യം അതാണ്. ഇനി നമുക്കൊന്നും കൂടി അടുത്തേക്ക് നിന്ന് നോക്കാം. ഭാഗവതം തുടങ്ങുന്നത് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. അതിൽ എന്താണ്, ദുന്ദുലിയുടെയും ദുന്ദുകാരിയുടെയും കഥ തുടക്കത്തിൽ വരുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതിലൊരു 7 മുളന്തണ്ട് പൊട്ടുന്നുണ്ട് ഗോകർണന്റെ കഥ പറയുമ്പോൾ. ഉണ്ടോ ഇല്ലയോ? എന്താണ് ഈ 7 മുളന്തണ്ട് പൊട്ടല്? ആ മുളന്തണ്ട് പൊട്ടിയിട്ടാണ് എന്താ പറയാ, ദുന്ദുലിയുടെയും ദുന്ദുകാരിയുടെയും കഥ അവസാനിപ്പിക്കുന്നത്. പരമപദമായ മോക്ഷം ഈ 7 മുളന്തണ്ട് പൊട്ടുമ്പോൾ സംഭവിക്കുകയാണ്. അതായത് 7 ദിവസങ്ങളിലായിട്ടുള്ള സപ്താഹാദികളിലൂടെ സംഭവിക്കുകയാണ്. എന്താ ഈ 7 മുളന്തണ്ട് പൊട്ടല്? ഈ പൊട്ടലാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് സംഭവിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് വാതരോഗം ഇല്ലാണ്ടാവുന്നത്. 7 മുളന്തണ്ട് നമ്മളെ ഉള്ളിൽ പൊട്ടണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇതൊന്നും നമ്മളെ ആൾക്കാർക്ക് അറിയില്ല. ഒക്കെ വരുന്നു, ചാനലിൽ എന്തെങ്കിലും നോക്കുന്നു, മുറിവൈദ്യം ഉണ്ടാവും, അത് നോക്കിയിട്ട് പഠിക്കുന്നു, അബദ്ധത്തിലേക്ക് പോകുന്നു. പല അബദ്ധങ്ങൾ ഈ ചാനലുകളിലുണ്ട്. നേരെ ചൊവ്വേ പരമ്പരയായി ഇത് പഠിച്ചു പോവില്ല. ഭാഗവത സപ്താഹം തന്നെ പല കോലത്തിലായിട്ടുണ്ട്. ഇപ്പം ഉണ്ട്. മണ്ണടക്കം വാരി കൊടുക്കുന്ന സ്ഥലം കണ്ടു ഞാൻ. ഉപദ്രവിക്കരുത്. അടുത്ത പ്രാവശ്യം വിളിച്ചാലും സന്തോഷം, വിളിച്ചില്ലേ എല്ലാവരും സന്തോഷം. പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകും. കാരണം ഭഗവാനെ ഉള്ളിലൂടെ സംസാരിക്കുന്നത്. എനിക്ക് യാതൊരു ബാധ്യത അക്കാര്യത്തിലില്ല.
ഞാൻ പറഞ്ഞ മിസ്സായി, ഇത് നന്നായാലും ചീത്തയായാലും ആ തൃക്കാൽക്കൽ സമർപ്പിച്ച് ഞാൻ എൻ്റെ വഴിക്ക് ഇറങ്ങിപ്പോകും. എന്തേ പറഞ്ഞു പോടെ? 7 മുളന്തണ്ട് പൊട്ടൽ. ഒന്ന് ശ്രദ്ധിക്കൂ, ഈ 7 മുളന്തണ്ട് ഉള്ളിലേത് പൊട്ടണം, അത് പൊട്ടണില്ല. എന്താ കാരണം? നമ്മൾ ഒരു ഇക്കിളിയിലാണ്. ഇന്ന് എല്ലാവരും ഒരു ഇക്കിളിയിലാണ്. കാരണം ഒരു ഞായറാഴ്ച ദിവസം അത് ഇവിടെ കൊണ്ടുപോയി ഇടണോ? നമുക്ക് എന്തൊക്കെ പരിപാടിയുണ്ട്. മാളിന്റെ മുന്നേ പോയി ഒന്ന് നിന്നൂടെ? ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്കമാലി എന്ന് പറഞ്ഞത്? അങ്കമാലി തിരിച്ചു പോകുമ്പോൾ അങ്കമാലിയിൽ നിന്ന് കയറുകയാണ് നല്ലതെന്ന് പറഞ്ഞു. ട്രാഫിക് ജാം ലേശം കുറവായിരിക്കും. ഞാൻ ചോദിച്ചു, ഇവിടെ ഇപ്പോൾ ആലുവയിൽ ഇപ്പം എന്താ പത്ര കാണാനുള്ളത്? ആൾക്കാരൊക്കെ വൈകുന്നേരം ഇപ്പം എന്തിനാ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മാളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയിമയ്ക്ക് നോക്കിക്കുക, വൈകുന്നേരം ആയാൽ ഒക്കെ അങ്ങനെ നോക്കിക്കുക. എന്നിട്ടൊരു കുഴിമാന്തിയും കഴിച്ചു. ഇവിടെ കുഴിമാന്തി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മലപ്പുറത്തേക്കൊക്കെ നല്ല കുഴിമാന്തി ഇഷ്ടം മാതിരി ഉണ്ട്, കോഴിക്കോട്ടൊക്കെ ഉണ്ട്. ആ ഒന്ന് കഴിച്ചു, അവനവൻ്റെ സന്ധിയില്ല, രാവിലെ ഇല്ല, ഒന്നുമില്ല, പട്ടിയെ പോലെ ചത്തൊടുങ്ങും. അങ്ങനെ ഒടുങ്ങാനുള്ളതല്ല ഒരു ജീവിതം. എന്താണ് അവന്റെ ജന്മസാക്ഷാത്കാരം എന്നറിഞ്ഞ് അതിലേക്ക് കയറണം. അതിനാണ് കുടുംബം പോലും എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അല്ലാതെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സന്താനോൽപാദനം നടത്തുക, അത് ഏത് മൃഗങ്ങളും നടത്തുന്നു. നമുക്കെന്ത് മെച്ചം അതിൽ അപ്പുറത്തേക്കുള്ളത്? ആത്മസാക്ഷാത്കാരത്തിലേക്ക് നടന്നെടുക്കണം. അതിന് ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. വരൂ, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എൻ്റെ കൂടങ്ങൾ പോരൂല്ലേ? ഒരു മിണ്ടാട്ടവും ഇല്ല. ഒന്ന് സന്തോഷിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് എന്താ കാര്യവും? അതിൻ്റെ ഉള്ളിലിരിക്കണ മൂർത്തി ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. കുറെ കാലമായി നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. തന്നെയല്ല, നമ്മൾ അടുത്തേക്കും ഇരിക്കില്ല, ഇങ്ങനെ ഏതെങ്കിലും ദൂരത്താ പോയിരിക്കുക. എന്താ പറയാ, ഉപ എന്നാണ് നമ്മളോട് പറഞ്ഞത്. അടുത്തേക്ക് നിർത്തി പറഞ്ഞു കൊടുക്കുന്ന ഇത് 1.5 ഫർലോങ് അപ്പുറത്ത് പോയിരിക്കും. ഇവന്റെ അടുത്തേക്ക് ഇരുന്ന വല്ല പ്രയാസം വരുമോ എന്നുള്ള നിലയ്ക്കാൻ ഉപനയനം, ഉപനിഷത്ത് അടുത്തേക്ക് നിർത്തി പറഞ്ഞു കൊടുക്കൂ. അപ്പൊ ഇത് കേൾക്കാൻ കപ്പാസിറ്റി ഉള്ളവരൊക്കെ ഇവിടെ ഇരിക്കൂ, സശ്രദ്ധം കേൾക്കൂ. അപ്പൊ 10 ആളാണെങ്കിലും സംസാരിക്കും. നമ്മുടെ ആള് കുറവോ കൂടുതലോ എന്നുള്ളത് നോക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പൊ 10 ആളാണെങ്കിലും സംസാരിക്കും. അത് ഓറായിരിക്കും. മുൻജന്മത്തിൽ അടിച്ചു വെച്ച് ജന്മത്തിൽ ഒരു പൊട്ട് കൊടുത്താൽ മതി, പൊട്ടും. മോക്ഷത്തേക്ക് പോണ കല്ലാണ്. മറ്റേത് പിന്നെയും കുറെ തിരിഞ്ഞിട്ടേ ഇതിലേക്കൊക്കെ വരുള്ളൂ. മാളിലും ബാക്കിയുള്ളടത്തൊക്കെ തിരിയും, കുറെ നേരം തിരിയും. ഒരു രസം ഞാൻ നിങ്ങളോട് പറയട്ടെ. കോഴിക്കോട് പ്രമുഖമായൊരു ഹാളിന്റെ ഉള്ളിലേക്ക് ഞാൻ പ്രഭാഷണത്തിന് കയറുകയാണ്. പ്രമുഖമായൊരു ഹാളിന്റെ ഉള്ളിലേക്ക് പ്രഭാഷണത്തിന് കയറുകയാണ്. അപ്പൊ കോഴിക്കോട്ടെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ വന്ന് എൻ്റെ കൈ പിടിച്ച് ഒന്ന് ആ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട് നിങ്ങളോട് പറയാൻ. ആ മാവിന്റെ ചോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട് പറയാൻ. അത് ഇവിടെ നിൽക്കുന്നവരോട് എല്ലാവരോടും ഒന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, കഴിഞ്ഞ ചൊവ്വാഴ്ച എന്ന് വെച്ചാൽ ആ പരിപാടി നടക്കുന്നതിന്റെ തൊട്ട് മുന്നേത്തെ ചൊവ്വാഴ്ച കോഴിക്കോട്ടെ പ്രമുഖമായ ഒരു സ്കൂളിന് അവധിയായിരുന്നു. ചൊവ്വാഴ്ച ഒരു സ്കൂളിന് അവധി കൊടുക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ശരിയാണോ അല്ലയോ? ഒന്നുകിൽ കുട്ടി മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അധ്യാപകർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അല്ലാണ്ട് ആ സ്കൂളിന് ലീവ് കൊടുക്കൂല. അപ്പൊ ഞാൻ ഈ മാതൃഭൂമിയുടെ റിപ്പോർട്ടറോട് ചോദിച്ചു, അതെന്ത് പറ്റിയ ആ കുട്ടിക്ക്? ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതാ. അതായത് +1 പഠിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ പെൺകുട്ടിക്ക്? അപ്പോഴാണ് ആ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറഞ്ഞത്, അവൾ, അതായത് ആ പെൺകുട്ടി നല്ല നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ 10ാം ക്ലാസ്സിൽ നല്ല A+ കിട്ടുകാരനാ. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ ആ കുട്ടി ബ്രൈറ്റ് ആയിരിക്കുന്നുള്ളത്. നല്ല സുന്ദരിയായ പെൺകുട്ടി. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, അവൾ കോട്ടയത്തുള്ള ഒരു ഫ്രോഡുമായിട്ട് വാട്സാപ്പില് ചാറ്റ് ചെയ്ത് കയറി. ഈ ഇക്കിളിയെയാണ് ഭാഗവതം പറഞ്ഞു തന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? കുട്ടിയെ കൈപിടിച്ച് ആ ക്ഷേത്രത്തിന്റെ തിരുവോരത്തേക്ക് വഴി നയിക്കണം. ഇല്ലെങ്കിൽ ഈ പണിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നാളെയും കിട്ടും, മറ്റന്നാളും കിട്ടും. ഇരുന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇക്കിളിയിൽപ്പെടുന്ന വലിയവരുണ്ട്, ഇക്കിളിയിൽപ്പെടുന്ന കുട്ടികളുണ്ട്. ആരൊക്കെയാണോ വലിയവർ ഇക്കിളിയിൽപ്പെട്ടത്, അവരുടെ കുട്ടികളാണ് വീണ്ടും എന്തിലേക്ക് പോണത്? ഈ ഇക്കിളിയിലേക്ക് പോണത്. നിതാന്ത ജാഗ്രതയോടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കുട്ടിക്ക് വഴി പറഞ്ഞു കൊടുക്കണം. അപ്പൊ പിന്നെ ആ കുട്ടിക്ക് വഴി പഴക്കില്ല. എവിടങ്ങൾ കൊണ്ടുപോയിട്ടാലും ആ കുറ്റിയിൽ പിടിച്ചു നിൽക്കും. കേൾക്കണ്ടോ ഇല്ല? ആ കുറ്റിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. കൂടങ്ങൾ പോരുണ്ടെന്ന് വിചാരിക്കണം. എന്താ കുട്ടി പോകാൻ കാരണം? പെൺകുട്ടി പോകാൻ കാരണം നോക്കൂ, നമ്മളെ പെൺകുട്ടികളൊക്കെ പോണത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഇത് ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്ന കുടുംബിനികളും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഇൻസ്റ്റ വഴിയാണ് കയറിപ്പോണത്. അത് വലിയവരും അങ്ങനെ തന്നെ. ഇപ്പൊ ഈ അടുത്തിടെ ഏതോ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി ഒരു വ്ളോഗർ കൊന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതും ഇൻസ്റ്റ വഴിയാ കയറിപ്പോയത്. പെണ്ണിനെ ഏറ്റവും കൂടുതൽ പെടുത്താൻ പറ്റിയ വഴി ഇൻസ്റ്റയാണ്. അതെന്താ കാരണം? അവൾ കാണുന്നതിലല്ല വീഴുന്നത്, അവൾ കേൾക്കണയിലാണ്.
നിങ്ങളിതൊക്കെ മനസ്സിലാക്കേണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളാണ് ഈ വരിവെള്ളം പോണ പോലെ പോണത്. ശരിയാണോ അല്ലയോ? പെൺകുട്ടികൾ വരിവെള്ളം പോണ പോലെ വരിവെള്ളം പോണ പോലെ. ആൺകുട്ടികളും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ആൺകുട്ടികൾ ഡ്രഗിലേക്കാണ് പോണത്. മെത്തലിൻ ഡയോക്സി മെത്താഫെറ്റാമിൻ പോലുള്ള അതിമാരകമായ ലഹരി 2019 കൊറോണയുടെ ചുവട് പിടിച്ച് ഇവിടേക്ക് വന്നു. തൻ്റെ ഉള്ള ആനന്ദമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആ ഭഗവാൻ കൃഷ്ണനെ ഒരു ഒറ്റ നോട്ടം കാണിച്ചു കൊടുത്താൽ മതി. ഒറ്റ നോട്ടം. അതുകൊണ്ടാണ് മഹാകവി ഉറക്കെ ചൊല്ലിയത്, ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കരയാതെ കടന്നുപോയ ആകെ ഒരൊറ്റ സന്ദർഭത്തില് അല്പൊന്ന് കരയണത് കാണാം. അത് കുചേലനെ കാണുമ്പോഴാ. കുചേലനെ കണ്ട് ആനന്ദത്തിന്റെ കണ്ണീർ വാർത്ത് നിൽക്കുമ്പോഴാ ഭഗവാൻ ഒന്ന് കരഞ്ഞു കാണുന്നത്. അതുവരെ ഊഢഗുരുഭാരവാഹിയായിരുന്ന ഭഗവാൻ. എന്താ ഊഢഗുരുഭാരവാഹി? മാഘകവി ശിശുപാലപദത്തിൽ ഭഗവാനെ വിശേഷിപ്പിച്ചത് ഭാരത്തിന്റെ ഭാരം താങ്ങുന്ന കൃഷ്ണ എന്നാണ്. ഇത് കാതു കൂർപ്പിച്ച് കേൾക്കണം. നമ്മളൊരു ചെറിയ പണി ചെയ്യുമ്പോഴേക്ക് ക്ഷീണിച്ചു പോകും. ഭഗവാൻ ഭാരത്തിന്റെ ഭാരം താങ്ങി. ഉണ്ടോ ഇല്ലയോ? താങ്ങിയോ ഇല്ലയോ? കാരാഗ്രഹത്തിലേക്ക് പറന്നു വീണു. ശരിയാണോ അല്ലയോ? നിങ്ങൾക്കും എനിക്കും ആ ഗതികേട് ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ടിന്റെ അങ്ങേ തലയിലൂടെ കടന്നുപോയി. അപ്പോഴും ചിരിച്ചു. അവസാനം വേടന്റെ അസ്ത്രം കാലിന് കൊണ്ട് പരമപദമായ ആ സൗധത്തിലേക്ക് തിരിച്ച് യാത്രയാവുമ്പോഴും സുന്ദരമായ ചിരി ചിരിച്ചു. ഈ ചിരി കാട്ടിത്തരുന്നത് നിങ്ങൾ കരുത്തോടെ ജീവിക്കടോ എന്നാണ്. ആത്മസാക്ഷാത്കാരത്തിൽ ഇരുന്ന് ജീവിക്കടോ എന്നാണ്. ഇത് മനസ്സിലായിട്ടില്ലേ പിന്നെ ഇവിടെ വന്ന് തൊഴുതിട്ട് എന്ത് കാര്യം?